IBO 2 അഞ്ചാമത്തെ യൂണിറ്റ് ഫോറിൻ മാർക്കറ്റ് സെലക്ഷൻ. ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള യൂണിറ്റാണ്, കാര്യമായിട്ടൊന്നും പറയാനില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതായത് ഒരു വിദേശ മാർക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അതിനുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് നമുക്കറിയുന്നുള്ളൂ. ഒരു മാർക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ സൈസ് നോക്കണം. മാർക്കറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ പോപ്പുലേഷൻ, അവിടെയുള്ള GDP, പെർ ക്യാപിറ്റ ഇൻകം, അവരുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ട് മാർക്കറ്റിൻ്റെ സൈസ് നോക്കണം. ചെറിയ ഏതെങ്കിലും രാജ്യത്ത് അധികം ആളുകൾ താമസമില്ലാത്ത നമ്മുടെ നോർത്ത് ഏരിയയിലൊക്കെ ഉള്ള ആ മഞ്ഞുള്ള നാട്ടിലൊക്കെ പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് അവിടേക്ക് എത്തിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവിടുത്തെ മാർക്കറ്റിൻ്റെ സൈസ് വളരെ കുറവാണ്. അതുപോലെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് നോക്കണം. ചില സ്ഥലത്ത് യുദ്ധവും അല്ലെങ്കിൽ വളരെ റെസ്ട്രിക്ഷനൊക്കെ ഉള്ള, ഇപ്പോൾ ചൈനയിലൊക്കെ നമ്മൾ പോയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവരൊക്കെ രാഷ്ട്രീയപരമായിട്ട് സ്വന്തം രാജ്യത്തിന് മാക്സിമം ഉയർത്തിക്കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അങ്ങനെയൊക്കെ പല നിലക്കിൽ നമ്മളെ സെലക്ട് ചെയ്യുന്ന മാർക്കറ്റിലെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് നോക്കണം. അതുപോലെ ലീഗൽ എൻവയോൺമെൻറ്റ്, അവിടുത്തെ നിയമപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെ, നിയമപരമായിട്ട് എക്സ്പോർട്ടിങ്ങിന് വല്ല തടസ്സമുണ്ടോ, മറ്റു വിദേശ രാജ്യങ്ങൾ വരുന്നതിന് തടയുന്ന രാജ്യമാണോ, സ്വീകരിക്കുന്ന രാജ്യമാണോ, അതുപോലെ ജനങ്ങളുടെ സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, അതനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റിനെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ലേ നോക്കണം. അപ്പോൾ ഒരു ഫോറിൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ നമുക്ക് വിശദീകരിക്കാവുന്നതല്ലേ ഉള്ളൂ. മാർക്കറ്റിൻ്റെ സൈസ്, പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യൽ, ഈ 3 എൻവയോൺമെൻറ്റ് എല്ലാം ശ്രദ്ധിച്ചിട്ടേ ഇറങ്ങാവുന്ന അർത്ഥം. ഇനി ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്യില്ല എങ്ങനെ? ആദ്യം മാർക്കറ്റിനെ കൃത്യമായിട്ട് പഠിക്കുക, മാർക്കറ്റിനെ സെഗ്മെൻ്റ് ആക്കുക, അതിൽ നമ്മൾ മാർക്കറ്റ് ഏതാണെന്ന് കൃത്യമായി ചൂസ് ചെയ്യുക. വളരെ സിമ്പിൾ. ഈ ഒരു യൂണിറ്റ് ഇത്രയേ ഉള്ളൂ.